എല്ലാവർക്കും നമസ്കാരം. ഒരേ സമയം രണ്ട് വെള്ളത്തിൽ കാല് വെക്കുന്നത് തന്നെ വലിയൊരു അപകടമാണ്. എന്നാൽ ഒരേ സമയം മൂന്ന് വെള്ളത്തിൽ കാല് വെച്ചാലോ? കക്ഷത്തിലിരുന്നത് കിട്ടിയതുമില്ല, അവസാനം ഉത്തരത്തിലിരുന്നത് പോവുകയും ചെയ്തു എന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും. ആ ഒരു അവസ്ഥയിലേക്ക് മാറിയ ഒരു മലയാള നടനുണ്ട്, റഹ്മാൻ. മലയാളം, തമിഴ്, തെലുങ്ക് എന്നീ 3 തെന്നിന്ത്യൻ ഭാഷകളിലായി പരന്നു കിടക്കുന്ന റഹ്മാന്റെ സിനിമാ ജീവിതത്തെ ഒറ്റ വരിയിൽ നിർവചിക്കാൻ ആ ഒരു പഴഞ്ചൊല്ല് ധാരാളമാണ്. മലപ്പുറത്ത് നിലമ്പൂറുള്ള അബ്ദുൾ റഹ്മാന്റെയും സാവിത്രി നായരുടെയും മകനായി അബുദാബിയിൽ ജനിച്ച് പിന്നീട് തെന്നിന്ത്യൻ സിനിമയുടെ തന്നെ ഹൃദയത്തുടുപ്പായി മാറിയ റഹ്മാന്റെ ജീവിതം വിജയങ്ങളുടെയും തിരിച്ചടികളുടെയും ഒരു പാഠപുസ്തകമാണ്. ഒരുപക്ഷെ മലയാള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രാഫിന് സംഭവിച്ചതുപോലെ മറ്റൊരു നടനും ഇത്രയും വലിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടാകില്ല. 80കളിലെ യൗവനങ്ങളുടെ പ്രതീകമായിരുന്നു അദ്ദേഹം. 80കളിൽ മലയാള സിനിമയിൽ സൂപ്പർ താരം എന്ന മാധ്യമങ്ങൾ ആദ്യമായി വിശേഷിപ്പിച്ചത് നമ്മളിന്ന് വാനോളം പുകഴ്ത്തുന്ന മമ്മൂട്ടിയോ മോഹൻലാലിനെയോ ആയിരുന്നില്ല, അത് റഹ്മാനെയായിരുന്നു. മലയാള സിനിമ അതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു തരംഗമായിരുന്നു റഹ്മാൻ സൃഷ്ടിച്ചത്. ആഴ്ച പതിപ്പുകളുടെ മുഖചിത്രമായി വന്ന റഹ്മാന്റെ ഫോട്ടോകൾ വെട്ടിയെടുത്ത പുസ്തകങ്ങൾക്കിടയിലും ജാക്കറ്റിനുള്ളിലും സൂക്ഷിച്ച എത്രയോ അധികം തരുണീമണികൾ അക്കാലത്ത് കേരളത്തിലുണ്ടായിരുന്നു. ഒരുപക്ഷെ മലയാളത്തിൽ ഇത്രയും അധികം സ്ത്രീ ആരാധകരെ സൃഷ്ടിച്ച മറ്റൊരു നടൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംശയമാണ്. കൗമാരക്കാരുടെ മുറികളിൽ റഹ്മാന്റെ പോസ്റ്ററുകൾ നിറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈലും വസ്ത്രധാരണ രീതികളും കേരളത്തിലെ യുവാക്കൾ അതേപടി അനുകരിക്കാൻ തുടങ്ങി. 6 അടി 2 ഇഞ്ച് ഉയരമുള്ള റഹ്മാന്റെ കൗമാരത്തിന്റെ കുളിര് കോരുന്ന ആകർഷകമായ ഒരു മുഖഭാവമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ നൃത്തത്തിലുള്ള പ്രാവീണ്യം എടുത്തു പറയേണ്ടതാണ്. അക്കാലത്ത് കേരളത്തിൽ അത്ര പരിചിതമല്ലായിരുന്ന ബ്രേക്ക് ഡാൻസിൽ അദ്ദേഹത്തിന് നല്ല പ്രാവീണ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വഴക്കമുള്ള ഉടലും ഒതുക്കമുള്ള ശരീരപ്രകൃതിയും നൃത്തച്ചൂടുകൾക്ക് കൂടുതൽ മിഴിവേകി. ചപല കൗമാരങ്ങൾക്കും നിത്യ യൗവനങ്ങൾക്കും തിരികൊളുത്താൻ റഹ്മാന്റെ ഒരൊറ്റ നോട്ടം മതിയായിരുന്നു. ആ ഒരു റൊമാൻറ്റിക് ഭാവങ്ങൾക്ക് നിറം കൊടുക്കാൻ മലയാളത്തിൽ അന്ന് മറ്റൊരു നടൻ ഉണ്ടായിരുന്നില്ല. ഇത്തരം റൊമാൻറ്റിക് വേഷങ്ങൾ നടൻ ശങ്കറിന് ലഭിച്ചിരുന്നു എങ്കിലും കൂടുതൽ നിഷ്കളങ്കവും യുവത്വവുമുള്ള ലുക്ക് റഹ്മാനായിരുന്നു എന്നത് അദ്ദേഹത്തിന് മുൻതൂക്കം നൽകി. ആ ഒരു കാരണങ്ങളൊക്കെയാണ് 80കളിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഇല്ലായിരുന്ന ഒരു പ്രത്യേകം പ്രിവിലേജ് റഹ്മാന് ലഭിക്കാനുള്ള പ്രധാന കാരണം. എക്കാലത്തെ മികച്ച സംവിധായകനായ പി പത്മരാജൻ കണ്ടെത്തിയ അതുല്യ പ്രതിഭയാണ് റഹ്മാൻ. യഥാർത്ഥത്തിൽ മലയാളത്തിലെ ആദ്യത്തെ മെഗാസ്റ്റാറായി മാറേണ്ടിയിരുന്ന ആ നടൻ. 1983 പുറത്തിറങ്ങിയ കൂടെവിടെ എന്ന കന്നി ചിത്രത്തിൽ കൂടെ തന്നെ റഹ്മാൻ മലയാള സിനിമയുടെ മുൻനിര താരമായി ഉയർന്നു. ആ ഒരു ചിത്രത്തിലെ രവി പുത്തൂരാൻ എന്ന ബോർഡിംഗ് സ്കൂൾ വിദ്യാർത്ഥിയുടെ കഥാപാത്രം മലയാളികൾ ഇരു കൈ നീട്ടിയാണ് സ്വീകരിച്ചത്. പിന്നെ യൗവനത്തിൻ്റെ തിളപ്പും അല്പം ധിക്കാരവും എന്നാൽ സ്നേഹം നിറഞ്ഞ ആ ഒരു കഥാപാത്രത്തെ റഹ്മാൻ അനശ്വരമാക്കി. അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രത്തിലെ അഭിനയത്തിന് തന്നെ മികച്ച സഹനടനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം അദ്ദേഹം കരസ്ഥമാക്കി. അതിനുശേഷം റഹ്മാനെ തേടിയെത്തിയത് മലയാളത്തിലെയും തമിഴിലെയും ഏറ്റവും പ്രഗത്ഭരായ മുൻനിര സംവിധായകരായിരുന്നു. IV ശശി, ഭരതൻ, പത്മരാജൻ, പ്രിയദർശൻ, KS സേതുമാധവൻ, K ബാലചന്ദ്ര തുടങ്ങിയ ഇതിഹാസ സംവിധായകരുടെ ചിത്രത്തിൽ അഭിനയിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ തുടർച്ചയായ വിജയങ്ങൾ റഹ്മാനെ മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടനാക്കി മാറ്റി. അദ്ദേഹത്തിൻ്റെ അക്കാലത്തെ പ്രധാന ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ചരിത്രം കുറിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാന വിജയ ചിത്രങ്ങളായി നമ്മൾ നോക്കുമ്പോൾ കാണാമറയത്ത്, വാർത്ത, പൂമുഖപ്പടിയിൽ നിന്നേം കാത്ത്, അടിയൊഴുക്കുകൾ, പിന്നെ കരിയിലക്കാറ്റ് പോലെ അങ്ങനെ നിരവധി ചിത്രങ്ങൾ. മലയാളത്തിലെ മമ്മൂട്ടിയോടൊപ്പം റഹ്മാൻ അഭിനയിച്ച സിനിമകൾ എല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. ഇവർ തമ്മിലുള്ള സ്ക്രീൻ കെമിസ്ട്രി പ്രേക്ഷകർക്ക് എപ്പോഴും പ്രിയപ്പെട്ടതായിരുന്നു. അതുമാത്രമല്ല മോഹൻലാലിനോടൊപ്പം അഭിനയിച്ച സിനിമകളും വലിയ വിജയങ്ങൾ നേടി. അതിൽ എടുത്തു പറയേണ്ട ഒരു ചിത്രമാണ് പൂമുഖപ്പടിയിൽ നിന്നേം കാത്ത്. ആ ഒരു ചിത്രത്തിൽ റഹ്മാൻ നായകനായി എത്തിയപ്പോൾ മോഹൻലാൽ അവതരിപ്പിച്ചതോ വില്ലൻ സ്വഭാവമുള്ള ഒരു കഥാപാത്രത്തെയാണ്. അന്നത്തെ റഹ്മാന്റെ താരമൂല്യം എന്തായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ നേർസാക്ഷ്യമാണ് ഈ കാസ്റ്റിംഗ്. അങ്ങനെ മലയാളത്തിൻ്റെ സ്റ്റാർഡം കിരീടം അണിയറയിൽ ഒരുങ്ങുമ്പോൾ തന്നെ റഹ്മാൻ മറ്റ് ദക്ഷിണേന്ത്യൻ സിനിമകളിലും തൻ്റെ സാന്നിധ്യം അറിയിക്കാൻ ആരംഭിച്ചു. ആ ഒരു തീരുമാനമാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവായത്. 1986 നിലവേ മലരെ എന്ന റഹ്മാന്റെ ആദ്യ തമിഴ് ചിത്രം റിലീസ് ചെയ്തു. അപ്രതീക്ഷിതമായി സൂപ്പർ ഹിറ്റായി മാറിയ ഈ ചിത്രം റഹ്മാനെ തമിഴിലെ സ്റ്റാർ വേലിയുള്ള നടനാക്കി മാറ്റി. പിന്നീട് തമിഴ് സിനിമ റഹ്മാനെ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. 1989 പുറത്തിറങ്ങിയ ഇതിഹാസ സംവിധായകനായ K ബാലചന്ദ്രൻ്റെ പുതു അർത്ഥങ്ങൾ എന്ന സിനിമ സൂപ്പർ മെഗാ ഹിറ്റ് ആയതോടെ റഹ്മാൻ തമിഴിൽ ഏറ്റവും തിരക്കുള്ള നടന്മാരിൽ ഒരാളായി മാറി. ആ ഒരു ചിത്രം തുടർച്ചയായ 300 ദിവസമാണ് തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചത്. അക്കാലത്ത് ഒരു അന്യഭാഷാ നടന് തമിഴിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സ്വീകാര്യതയായിരുന്നു അത്. എന്നാൽ ആ ഒരു വിജയകഥ അധികകാലം നീണ്ടു നിന്നില്ല. സംഗമം എന്ന ചിത്രം ഏറെ പ്രതീക്ഷയോടെയാണ് എത്തിയത്.
എന്നാൽ ആ ചിത്രം പരാജയമാണതോടെ റഹ്മാന്റെ തമിഴ് സിനിമാ മോഹങ്ങൾക്ക് വലുതായി മങ്ങലേറ്റു. അതിനുശേഷം അദ്ദേഹത്തിന്റെ കരിയർ ഗ്രാഫ് കുത്തനെ താഴേക്ക് പതിക്കുന്ന കാഴ്ചയാണ് തമിഴ് സിനിമാ ലോകം കണ്ടത്. അദ്ദേഹത്തിന്റെ തമിഴ് വിജയങ്ങൾക്ക് സമാന്തരമായി തന്നെ തെലുങ്കിലും റഹ്മാൻ തന്റെ ഭാഗ്യം പരീക്ഷിച്ചു. 1986 തന്നെ 2 തെലുങ്ക് ചിത്രങ്ങൾക്ക് അദ്ദേഹം ഡേറ്റ് നൽകി. ആ 2 ചിത്രങ്ങളും വലിയ ഹിറ്റുകളായി മാറി. തൊട്ടു പിന്നാലെ തെലുങ്കിലെ പ്രമുഖ സൂപ്പർ ഹിറ്റ് സംവിധായകനായ കോടി രാമകൃഷ്ണയുടെ ഭാരത് ബന്ദ് എന്ന ചിത്രത്തിൽ അദ്ദേഹം അഭിനയിച്ചു. ആ ചിത്രത്തിന്റെ ഗംഭീര വിജയം തെലുങ്ക് സിനിമയിലെ ഒരു ഹിറ്റ് മേക്കറായി റഹ്മാനെ പ്രതിഷ്ഠിച്ചു. അദ്ദേഹത്തെ തെലുങ്കിലേക്കും തമിഴിലേക്കും ആകർഷിച്ച പ്രധാന ഘടകം വലിയ പ്രതിഫലമായിരുന്നു. മലയാള സിനിമയുമായി താരതമ്യം ചെയ്യുമ്പോൾ അന്യഭാഷകളിൽ ലഭിച്ചിരുന്ന പ്രതിഫലം വളരെ വലുതായിരുന്നു. അക്കാലത്ത് തമിഴ് തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രികളിൽ 6 മാസം മുമ്പ് തന്നെ വൻ തുക അഡ്വാൻസ് നൽകി ഡേറ്റ് ബ്ലോക്ക് ചെയ്യുന്ന ഒരു രീതി നിലവിലുണ്ടായിരുന്നു. എന്നാൽ അതേ സമയത്ത് മലയാളത്തിൽ ചിത്രീകരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് മാത്രമായിരുന്നു പലപ്പോഴും ഡേറ്റ് ബ്ലോക്ക് ചെയ്തിരുന്നത്. സാമ്പത്തിക ഭദ്രതയൊക്കെ നോക്കുമ്പോൾ ആ ഒരു രീതി റഹ്മാനെ കൂടുതൽ ആകർഷിച്ചു. ഇത് സ്വാഭാവികമായി റഹ്മാനെ തമിഴിലും തെലുങ്കിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ തീരുമാനം അദ്ദേഹത്തിൻ്റെ മാതൃഭാഷയിലെ കരിയറിന് വലിയൊരു വില നൽകേണ്ടി വരുമെന്ന് അദ്ദേഹം അന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. ആ ഒരു സമയത്ത് റഹ്മാനെ മുന്നിൽ കണ്ട മലയാളത്തിൽ തയ്യാറാക്കിയ മിക്ക തിരക്കഥകളും മാറ്റിവെക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ തമിഴിലെയും തെലുങ്കിലെയും തിരക്കുകൾ കാരണം കോൾ ഷീറ്റുകൾ ക്ലാഷ് ആകുന്നത് പതിവായി. ആ ഒരു കാരണം മാത്രമല്ല, ഉയർന്ന പ്രതിഫലവും മറ്റു ഭാഷകളിലെ വാഗ്ദാനങ്ങളും അദ്ദേഹത്തെ കേരളത്തിൽ നിന്ന് അകറ്റി നിർത്തി. മലയാള സിനിമയിലെ അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടം സാവധാനം ശൂന്യമായി. വർഷങ്ങൾ കടന്നുപോയി. തമിഴിൽ സംഭവിച്ച അതേ അവസ്ഥ അദ്ദേഹത്തിന് തെലുങ്കിലും ഉണ്ടായി. 2005 പുറത്തിറങ്ങിയ ധൈര്യം എന്ന തെലുങ്ക് ചിത്രം ബോക്സ് ഓഫീസിൽ ദയനീയമായി പരാജയപ്പെട്ടതോടെ തെലുങ്ക് ഇൻഡസ്ട്രിയിലും അദ്ദേഹത്തിന്റെ മാർക്കറ്റ് ഇടിഞ്ഞു. അതോടെ 3 വള്ളങ്ങളിലായി യാത്ര ചെയ്തിരുന്ന താരത്തിന് 3 തന്റെ പഴയ സ്ഥാനം നഷ്ടപ്പെട്ടു. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം 2004-2006 കാലഘട്ടത്തിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം ബ്ലാക്കിൽ ഉപനായക വേഷം ചെയ്തുകൊണ്ട് റഹ്മാൻ വീണ്ടും മലയാളത്തിലേക്ക് ശക്തമായി തിരിച്ചെത്തി. വളരെ ഒരു മികച്ച പ്രകടനം തന്നെയായിരുന്നു അദ്ദേഹത്തിന് ആ ചിത്രത്തിലേത്. പക്ഷേ 80കളുടെയും 90കളുടെ തുടക്കത്തിലെയും മലയാള സിനിമയായിരുന്നില്ല അന്നത്തേത്. കാലം മാറി, സിനിമയുടെ വേഗരണം മാറി, എല്ലാത്തിനും ഉപരിയായി പ്രേക്ഷകരുടെ അഭിരുചിയും പൂർണ്ണമായി മാറിയിരുന്നു. പഴയ പ്രഗത്ഭരായ തിരക്കഥാകൃത്തുക്കൾ പലരും ഫീൽഡ് ഔട്ടായി. അദ്ദേഹത്തെ കൈപിടിച്ചുയർത്തിയ വളരെ പ്രമുഖരായ സംവിധായകരിൽ പലരും മൺമറഞ്ഞുപോയി. പഴയ ശൈലിയിലുള്ള കഥകൾ പുതിയ കാലത്തിന് യോജിക്കാത്തതായി മാറി. അദ്ദേഹത്തെ സ്നേഹിച്ച ആരാധിച്ച അന്നത്തെ ശുഭിത യൗവനങ്ങൾ ഇന്ന് വാർദ്ധക്യത്തിൻ്റെ പടിവാതിൽ കടന്നിരിക്കുന്നു. പുതിയ തലമുറയ്ക്ക് റഹ്മാൻ എന്ന നടൻ്റെ പഴയ പ്രതാപം അത്രയ്ക്ക് പരിചയമായിരുന്നില്ല. ആ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ മലയാള സിനിമയിലേക്കുള്ള റഹ്മാന്റെ 2ാം വരവ് ബോക്സ് ഓഫീസിലോ അദ്ദേഹത്തിൻ്റെ താരപദവിയിലേക്കോ പ്രത്യേകിച്ച് ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. പഴയ നായക പദവിയിലേക്ക് തിരികെ നടക്കുക എന്നത് അസാധ്യമായി. എങ്കിലും മികച്ച സഹനടനായും ഗസ്റ്റ് റോളുകളിലും സ്വഭാവ നടനായും റഹ്മാൻ ഇപ്പോഴും മലയാളത്തിലും തമിഴിലുമൊക്കെ തൻ്റെ സജീവ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിനയ മികവിനെ ഒരു കോട്ടവും തട്ടിയിട്ടില്ല എന്ന സമീപകാല ചിത്രങ്ങൾ തെളിയിക്കുന്നു. റഹ്മാൻ എന്ന വികാരം മലയാള സിനിമയിൽ കത്തിനിന്ന ആ ഒരു സുവർണ്ണ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കരിയർ പൂർണ്ണമായി ഇവിടെ തന്നെ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. അന്യഭാഷകളിലെ താൽക്കാലിക പ്രലോഭനങ്ങളിൽ വീഴാതെ മലയാള സിനിമയിൽ തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു എങ്കിൽ റഹ്മാൻ ഇന്നും മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച താരങ്ങളിൽ ഒരാളായി നിലനിൽക്കുമായിരുന്നു. ബോളിവുഡിൽ ഷാറൂഖ് ഖാൻ്റെ എവർഗ്രീൻ ഹിറ്റായ ദിൽവാലെ ദുൽഹനിയ ലേ ജായേഗെ എങ്ങനെയാണോ ഒരു തലമുറയുടെ പ്രണയസങ്കല്പങ്ങളെ മാറ്റിയെഴുതിയത്, അതുപോലെ മലയാളത്തിലും ഒട്ടനവധി എവർഗ്രീൻ ഹിറ്റുകൾ സൃഷ്ടിക്കാൻ റഹ്മാന് കഴിഞ്ഞേനെ. അദ്ദേഹത്തിൻ്റെ പ്രണയവും നൃത്തവും യുവത്വത്തിൻ്റെ പ്രസരിപ്പും സംയോജിച്ച ആ ഒരു അതുല്യ പ്രതിഭയ്ക്ക് മലയാള സിനിമ നൽകിയ സിംഹാസനം കാലത്തിൻ്റെ കുത്തൊഴുക്കിലും തെറ്റായ ചില കരിയർ തീരുമാനങ്ങളിലും പെട്ട കൈവിട്ടു പോയത് സിനിമ ആസ്വാദകർക്ക് ഇന്നും ഒരു തീരാ നഷ്ടം തന്നെയാണ്.